ഹണ്ടർ ലഡാക്കിലെ ഒരു ചെറിയൊരു മരുഭൂമി പോലൊരു സ്ഥലം. എന്നാൽ മരുഭൂമി മാത്രമല്ല, അത്യാവശ്യം പച്ചപ്പും ഉണ്ട്, നല്ല മലനിരകളും ഉണ്ട്. അപ്പോൾ ആ ഹണ്ടറിലെ ഈ കാണുന്ന ക്യാമ്പിലാണ് ഞങ്ങൾ താമസിച്ചത്. നല്ലൊരു ടെൻ്റൊക്കെ ആയിരുന്നു, നല്ല മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനായിരുന്നു. കണ്ടില്ലേ, നോക്ക് ആ മലനിരകൾക്ക് ബാക്കിലൂടെ. ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നല്ലോ ഇന്നലെ രാത്രി. നല്ല തണുപ്പായിരുന്നു. നമ്മൾ വന്നപ്പോ ഇപ്പൊ കാണുന്നതിലൊന്നും ഒട്ടും ഐസൊന്നുമില്ല, പക്ഷെ ഇതിന്റെ മുകളിലൊക്കെ ഇപ്പൊ ഐസ് വീണ് കിടക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോ ശരിക്കും ഡ്രൈ ആയിരുന്നു. രാത്രി 1-1.5 തണുപ്പായിരുന്നു, കെട്ടിപ്പിടിച്ചായിരുന്നത്. അത് ശരി. അപ്പോ നമ്മൾ ഇന്ന് പോകുന്നു പാങ്ങോങ് ലേക്കിലേക്ക്. നമ്മുടെ 3 Idiots സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ലേക്ക് നമുക്ക് കാണണ്ടേ. അപ്പൊ പാങ്ങോങ് ലേക്കിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് 180 കിലോമീറ്റർ ഉണ്ട്. എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഒരു 8 മണിക്കൂർ എടുക്കുമായിരിക്കും. പലയിടത്തും റോഡുകളൊക്കെ വളരെ മോശം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. പോയി നോക്കാം. യെസ്, ഈ ഭാഗത്ത് വരുന്നവർക്ക് നിങ്ങൾക്ക് ഇവിടെ ക്യാമൽ സഫാരി കിട്ടും. ആ ക്യാമലിന് എന്താ ഹരിച്ചൊക്കെ പ്രത്യേകത? സാധാരണ ക്യാമലിന്റെ പുറത്ത് കണ്ടല്ലോ ഒരു മുഴ, അതായത് മുഴ എന്ന് പറഞ്ഞാൽ ഒരു മുഴ, അതായത് മരുഭൂമിയിലാണല്ലോ ഒട്ടകം ഉണ്ടാവുന്നത്. അപ്പൊ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഫുഡില്ലാത്ത സമയത്ത് അത് യൂസ് ചെയ്യുന്നൊക്കെയാണ് നമ്മൾ അറിയണത്. 2 മുഴയാണ്, ഒന്ന് പിന്നെ ഒന്നും കൂടി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ ഇത് അതിനുവേണ്ടി തന്നെ ആൾക്കാർ ഇവിടെ ധാരാളം വരുന്നത്. പക്ഷെ നമ്മളെന്നത് ചെയ്യാൻ പ്ലാനില്ല, കാരണം നമ്മൾ ഈ അവിടെ എത്താനായിട്ട് ഒരുപാട് ലേറ്റ് ആവും. ഇപ്പൊ തന്നെ നമ്മുടെ ഷെഡ്യൂളുകളൊക്കെ ഭയങ്കരമായിട്ട് ഡിലേ ആയി കിടക്കുന്നത്. ഒരുപാട് പരിപാടികളുണ്ട്. ഞാൻ തന്നെ ഓഫീസ് വിട്ടിട്ട് ഏതാണ്ട് ഒരു 2 ആഴ്ചകൾ കഴിഞ്ഞു. സുജിത്തിനും നാട്ടിൽ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, ഒക്കെ പെൻഡിങ്ങിലാണ്. അപ്പൊ പരമാവധി ഞങ്ങൾ സന്തോഷിക്കുന്നതിനേക്കാൾ ഉപരി വിഷ്വൽസ് കാണിച്ച് നമ്മൾ യാത്രകൾ. അതെ, നമ്മൾ എന്തായാലും ലഡാക്ക് എക്സ്പ്ലോറേഷൻ ട്രിപ്പ്, ലഡാക്ക് മാത്രമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു 2 ആഴ്ചത്തേക്ക് പരിപാടി ഇട്ടിട്ട് വരുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 3-4 ദിവസം കൊണ്ടൊന്നും സ്ഥലങ്ങളൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. മിനിമം 2 ആഴ്ചയെങ്കിലും വേണം എല്ലാ സ്ഥലങ്ങളിലേക്കും ഒന്ന് പോകാനായിട്ട്. നമ്മുടെ എമിൽ ബ്രോ ഇവിടെ വരുന്നുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. വണ്ടിയിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ഫൈനൽ ടച്ചപ്പിന് വേണ്ടിട്ട് പോയിരിക്കുക. അപ്പൊ നമുക്ക് പോവല്ലേ ബ്രോ? ഫസ്റ്റ് പൈലറ്റ് റെഡി. ആദ്യമേ കയറി വന്ന് വണ്ടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കിട്ടൂല. അതുകൊണ്ട് ഞാൻ തന്ത്രപൂർവ്വം നേരത്തെ വന്ന് ചാവയൊക്കെ വാങ്ങി വണ്ടിക്കകത്ത് കയറി അങ്ങ് ഇരുന്ന്. പിന്നെ എനിക്ക് കിട്ടൂല. എയർ ട്രാഫിക് കൺട്രോൾ ആയിട്ടുള്ള എല്ലാ സിഗ്നലുകളും എല്ലാം ഓക്കെ അല്ലേ? ഓൾ പെർഫെക്റ്റ്. ഓക്കെ. അപ്പൊ എയറൊക്കെ ഓക്കെ അല്ലേ? എയറും ഒക്കെ. ഇന്നും ഈ പറഞ്ഞ പോലെ തന്നെ ദുർഘടമായിട്ടുള്ള പാതയാണ്. ഡീസലൊക്കെ സേവ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ യാത്ര തുടങ്ങുന്നു. ഭായി എന്താ സംസാരിക്കണല്ലേ, സിയാച്ചിനെ കുറിച്ചൊക്കെ എന്താ പറയണ്ടല്ലോ? എന്താണ് അവന്റെ അടുത്ത് സംസാരിച്ചപ്പോ മാനേജറുടെ അടുത്ത്? അവനവിടെ സിയാച്ചിൻ ബേസ് ക്യാമ്പില് എന്തോ വോളണ്ടറി വർക്കിങ്ങിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അത്രേ. ഓക്കെ, പറയുന്നുണ്ടായിരുന്നു. ഇവിടെ അടുത്താണ് കേട്ടോ സിയാച്ചിൻ ക്യാമ്പ്. അതായത് മൈനസ് ആണ്, സമ്മതിക്കണം. ഞങ്ങൾ തന്നെ ഇന്നലെ ഇതിന്റെ മുകളിൽ പോയി വന്നതിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടതാണല്ലോ കഴിഞ്ഞ വീഡിയോയില്. അപ്പൊ പിന്നെ അവിടെ ഉള്ള സ്ഥിരമുള്ള പട്ടാളക്കാരുടെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. കഷ്ടമാണ് കേട്ടോ, അവരൊക്കെ സമ്മതിക്കണം അവിടെ നിൽക്കുന്നവരൊക്കെ. എമിൽ ബ്രോ എന്താണ് സൈലന്റ് ആയിരിക്കുന്നത് രാവിലെ തന്നെ? ഒന്നുമില്ല, ഇവിടെ കണക്ഷൻ നെറ്റ്വർക്കുകളൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും ഭാര്യമാരൊന്നും വിളിക്കാൻ പറ്റാത്ത ചെറിയൊരു സങ്കടവും ഉണ്ട്. ഇതാണ് 2 മുഴത്തിന്റെ ഒട്ടകം. ഹാരിസൊക്കെ അത് കുറച്ച് പിന്നെ സന്തോഷം എന്നല്ലേ പറഞ്ഞത് രാവിലെ? മറ്റേ സിനിമയില് ജഗദീഷ് പറഞ്ഞു പോലെ 3-4 ദിവസം നിങ്ങളൊക്കെ കാണാണ്ടിരിക്കുമ്പോ എന്തൊരു സന്തോഷം. സന്തോഷമാക്കിയല്ലേ, സങ്കടമാക്കിയല്ലേ? കുടുംബകലം ഉണ്ടാക്കല്ലേ. ആകെയുള്ള ഒരു ഭാര്യയും കുട്ടികളൊക്കെയാണ്. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു മരുഭൂമി പോലത്തെ സ്ഥലം, സെയിം മരുഭൂമിയുടെ അതേ തന്നെ. ഇതിലൂടെയുള്ള ഒട്ടക സവാരിയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. അതുപോലെ തന്നെ ഇപ്പൊ റിവറിൽ വെള്ളം കുറവാണ്. വെള്ളമുള്ള റിവറുകൾ അപ്പുറത്തൊക്കെ ഉണ്ട്. അവിടുത്തെ റിവർ റാഫ്റ്റിങ്ങും ഇതിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ മഞ്ഞുമലകളിൽ നിന്ന് ഇങ്ങനത്തെ മൊട്ടക്കുന്നുകളിലേക്ക് ഞങ്ങൾ വന്നതെന്നുള്ളത്. മൊട്ടക്കുന്നല്ല, ഇതുപോലത്തെ ഏരിയയിലേക്ക്. പക്ഷെ ഇവിടുത്തെ ഈ 2 അട്രാക്ഷനും ഈ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. ഈ താഴ്വരയിൽ ഈ ക്യൂ നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? ഡീസലും പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് അത്. കാരണം ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞ് കിലോമീറ്ററുകളോളം മണിക്കൂറുകളോളം പമ്പുകളൊന്നും തന്നെ ഇല്ല. അത് പ്രകാരം നമ്മുടെ വണ്ടി കിടക്കുന്നു. ധാരാളം വണ്ടികൾ ക്യൂ നിൽക്കുന്ന കാഴ്ചകൾ കാണാം. ഈ പരിസരം വിട്ട് കഴിഞ്ഞാൽ ഇനി ഒരു 4 മണിക്കൂർ നേരത്തേക്ക്, 4-4.5 മണിക്കൂർ നേരത്തേക്ക് വേറെ ഫ്യൂവൽ സ്റ്റേഷനൊന്നും ഇല്ലാന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ നമ്മൾ കുറച്ചധികം ഫ്യൂവൽ 10 ലിറ്ററോളം നമ്മൾ ക്യാനിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പമ്പുകളൊക്കെ എത്ര മനോഹരമല്ലേ. ഇവിടെയൊക്കെ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. നമുക്ക് ലേന്ന് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പെട്രോൾ പമ്പ് കണ്ടാലും പെട്രോളോ ഡീസൽ എന്താണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്യുക. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എന്നിരുന്നാലും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഫിൽ ദ ഡീസൽ. ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് എവിടെയെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ വഴി കിടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അത് ഒഴിവാക്കാനാട്ടോ.
ഹണ്ടർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഈ പെട്രോൾ പമ്പ് കിട്ടിയത്. ഇവിടെ ഏത് ഡീസൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ഒട്ടും ഗ്യാരണ്ടീഡ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. 69 രൂപ 50 പൈസയാണ് ഇവിടുത്തെ ഡീസലിന്റെ റേറ്റ്. 69 അല്ല 100 രൂപയ്ക്ക് വിറ്റാലും ആൾക്കാർ ഡീസൽ വാങ്ങിക്കും. അതാ അവസ്ഥ. ചിലര് മാപ്പ് നോക്കിയിട്ട് അവിടെ പമ്പുണ്ട് ഇവിടെ പമ്പുണ്ട് എന്ന് പറഞ്ഞു വരും. ഇവിടെ സ്റ്റോക്ക് ഇല്ലാണ്ട് അടച്ചിട്ടേക്കണ പമ്പുകളും പലയിടത്തും കാണാൻ കഴിയും. അത് ശരിയാ, ശ്രദ്ധിക്കണം. അത് ശരിയാ. യെസ്, നമ്മുടെ ഹണ്ടറിലൊരു ബോർഡ് കണ്ട സിയാച്ചിൻ വാരിയേഴ്സ് വെച്ചിരിക്കുന്നത് K2, അതായത് കർത്തുങ്ല ടോപ്പ് ഈസ് ദ ഹയസ്റ്റ് പോയിന്റ് ഇൻ ഇന്ത്യ ടു കുട്ടനാട്, നമ്മുടെ കേരളത്തിലെ കുട്ടനാട് ലോവസ്റ്റ് പോയിന്റ്, ഭാരത് ഈസ് 1. ഇതേപോലെ തന്നെ കാശ്മീർ ടു കന്യാകുമാരി ഭാരത് ഈസ് 1 എന്നൊക്കെ പറഞ്ഞ് കുറെ ബോർഡുകളുണ്ട്. അതെ, അപ്പൊ എന്തായാലും നമ്മുടെ ഒരു കുട്ടനാട്, നമ്മുടെ നാട്ടിലെ കുട്ടനാട് എന്ന് പറഞ്ഞ പേര് ഇവിടെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് കുട്ടനാടുകാരനല്ലെങ്കിലും കുട്ടനാടിന് അടുത്ത് കിടക്കുന്ന കോഴഞ്ചേരിക്കാരനതിൽ വളരെയധികം സന്തോഷം. ഹായ്, now we are going to Pangong. Pangong. आप लोग? सोलो है? वेरी गुड मैन, ऑल द बेस्ट, एंजॉय. नाम क्या है? सम्राट. किधर से? गुरगांव. एंजॉय, सी यू ऑन द वे. എടാ, അദ്ദേഹം പാങ്ങോങ്ങിലേക്ക് പോവാണ്. അപ്പോൾ K2 ഹയസ്റ്റ് പോയിന്റ് ടു കുട്ടനാട് ലോവസ്റ്റ് പോയിന്റ്. അടിപൊളി. എന്തുവാടേ കാണിക്കുന്നേ? പുഷപ്പ് എടുക്കുന്നോ? എമ്മില് രാവിലെ എക്സസൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് പാങ്ങോങ്ങിലേക്ക് ഇനി 130 കിലോമീറ്റർ ഉണ്ട്. ലേയിലേക്ക് ഈ വഴിയും പോകാം, ഈ കാണുന്ന വഴി കൂടെ ലേയിലേക്ക് പോകാം. ഇതാണ് കർദുങ്ല ടോപ്പ് വഴി ലേയിലേക്ക് പോകുന്നത്. അതിലും എളുപ്പം തിരിച്ച് ലേയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ വഴി കൂടെ പോയാൽ മതി. അകം, ഷയോക്ക്, ശക്തി, കുറേ സ്ഥലങ്ങളുണ്ട്. കണ്ടോ, വെൽക്കം ടു ദ എന്തോ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ കാം ആൻഡ് ക്വയറ്റ് സ്ഥലം, കിടുക്ക സ്ഥലം. പിന്നെന്താ, ദാറ്റ്സ് ഇറ്റ്. മൊത്തത്തിൽ ഒരു ശ്മശാന മൂകത ഫുള്ള് ഇല്ലേ? ഇത് കണ്ടോടാ, പ്രൈമറി ഹെൽത്ത് സെന്റർ 45 കിലോമീറ്റർ ഉണ്ട്. 400 മീറ്റർ പിന്നല്ല, ഈ 45 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 2 മണിക്കൂർ എടുക്കണേ ഏറ്റവും കുറഞ്ഞതേ. പാങ്ങോങ് ലേക്കിലേക്കാണ് നമ്മൾ ഇനി യാത്ര ചെയ്തത്. 130 കിലോമീറ്റർ ഉണ്ട്. പതുക്കെ പോയാൽ മതി അല്ലേ? പതുക്കെ പോ. പതുക്കെ പോയാതെന്ന് പറഞ്ഞാലേ ഇവിടെ വരെ പെട്ടെന്ന് എത്തി. എന്താണെന്നറിയോ, ഒരു റെനോൾഡ് കിഡുകാരൻ, ചെറിയ വണ്ടിയാ. എല്ലാ വണ്ടിയും നല്ല ലൈൻ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് പതുക്കെ പോവാ. ഇപ്പോൾ പുറകെ ഒന്ന് ഹോണടി സുത്ത് വണ്ടി ഓടിക്കുക. സുത്തിനെ പിന്നെ അറിയാലോ, സുത്തിന് മുമ്പ് വണ്ടി പോകുന്നൊന്നും വലിയ ഇഷ്ടമില്ല. എന്നാലും അങ്ങ് ക്ഷമിച്ച് വിട്ടിരിക്കുമായിരുന്നു. ഒത്തിരി വണ്ടിയുണ്ട്. പുറകെ ഒരു വണ്ടി വന്ന് ഹോണടി. പിന്നെ എല്ലാരും ഓവർടേക്ക് ചെയ്തു. ഞങ്ങള് പുറകെ ഒരു 15 മിനിറ്റ് ഹോൺ അടിച്ചു. കിട്ടുകാരാണ് കയറ്റം ഇറക്കുക. ഞങ്ങൾക്ക് കാണാം കിട്ടി ഇങ്ങനെ പോകുന്നു മറ്റേ ഹോണിരിപ്പുണ്ടല്ലോ, അടിച്ചങ്ങോട്ട് കൊടുത്തു. അവസാനം അവരേതോ ഊടുവഴി കയറി രക്ഷപ്പെടുമായിരുന്നു മക്കളെ. ഹരിശിക്കാതെ കത്തിയൊക്കെ അടിയാക്കി വെച്ചിരിക്കുകയാണ്, എന്തെങ്കിലും വിഷയം വരികയാണ് കാണിക്കാൻ വേണ്ടി, പേടിപ്പിക്കാനായിട്ട്. നമ്മള് ഇതുപോലുള്ള ഹൈ റേഞ്ച് ഇതിപ്പോ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ ഹൈ റേഞ്ച് റോഡുകളിൽ പോകുമ്പോൾ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. എന്താ പറയണ്ടേ, ബാക്കിയുള്ള വണ്ടികളെ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ മുമ്പിലുള്ള വണ്ടിക്കാർക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത പ്രഷർ കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ലോക്കൽസ് ഒരിക്കലും നമുക്ക് റെസ്പെക്ട് തരില്ല. ലോക്കൽ വണ്ടികൾ നമുക്കെന്നല്ല, നമ്മുടെ വണ്ടികൾക്ക് റെസ്പെക്ട് തരില്ല. അതാണ് ഒരു പ്രശ്നം. കാരണം അവര് എന്നും പോകുന്ന റൂട്ടാണ്. അവർക്ക് സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ടൂറിസ്റ്റ് വണ്ടികൾക്ക് ഒട്ടും റെസ്പെക്ട് അവർ കൊടുക്കില്ല. പാങ്ങോങ്ങിലേക്ക് പോകണം ഈ വണ്ടിയെല്ലാം. എല്ലാരും പാങ്ങോങ്ങിലേക്കാ. അപ്പം നമുക്ക് പാങ്കോങ് ലേയിലേക്ക് 3 Idiots ഇങ്ങനെ ചൊറിയുന്ന വണ്ടി എടുത്തോ, വണ്ടി കൊടുത്തിരിക്കുക, അവനെടുത്തോട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ട ഷയോക്ക് നദിയാണ് ഈ കാണുന്നത്. ഷയോക്ക് നദീ തീരത്തുകൂടാണ് ഇനി അങ്ങോട്ട് കുറേ ദൂരം നമ്മൾ സഞ്ചരിക്കുന്നത്, പാങ്ങോങ് ലേക്കിലേക്ക്. കൊള്ളാല്ലേ സംഭവം? എന്തായാലും നല്ല വീതിയുള്ള ബ്ലൂ വാട്ടർ, ബ്ലൂ വാട്ടർ, നല്ല വീതിയുള്ളൊരു നദി.
എന്നിട്ട് കേട്ടോ ഇതെന്താ കാണ്ടാമൃഗത്തില മുതലയുടെ ഒക്കെ കുമ്പള പോലെ ഉണ്ടല്ലേ, മുതലയുടെ സ്കിന്ന് പോലെ ഉണ്ടല്ലേ ഈ പാറയൊക്കെ കാണാനായിട്ട്. മുതലയുടെ സ്കിന്ന് പോലെ. മുതലിറച്ചി തിന്ന ആൾക്ക് എന്തായാലും അത് കൃത്യമായിട്ട് പറയാൻ പറ്റുമല്ലോ അല്ലേ അരച്ചി? തീർച്ചയായിട്ടും. മുതലിറച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവരും അയ്യെന്നൊന്നും പറയണ്ട, നല്ല ടേസ്റ്റ് ആണ്, കൊളസ്ട്രോൾ ഫ്രീ ആണ്. തായ്ലൻഡിലൊക്കെ വന്നു കഴിഞ്ഞാല് മുതല ബാർബിക്യൂ എവിടെയൊക്കെ കിട്ടും അത്? തായ്ലൻഡിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ആണോ? മുതലേനെ കുറിച്ച് പറയുമ്പോൾ 4 വയസ്സ് വരെയുള്ള മുതലേനെ മാത്രമാണ് കറിക്ക് വേണ്ടി എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഉണ്ടല്ലേ? 4 വയസ്സിന് ഉള്ളവളെ എടുക്കൂല. കുഞ്ഞു മുതലകള്, ജോസ് പ്രകാശിന്റെ മുതലക്കുഞ്ഞുങ്ങൾ. 4 വയസ്സുള്ള മുതലേനെ കഴിക്കാന്ന് ആരിസൊക്കെ പറഞ്ഞല്ലോ. നാട്ടിലൊന്നും ആരും 4 വയസ്സ് വരെ കാത്തിരുന്ന് മുതലെ പിടിച്ച് നിന്നേക്കരുത്, അകത്ത് കിടക്കും. നമ്മള് ഭയങ്കര പെട്ടെന്ന് ഇറങ്ങിയല്ലേ താഴേക്ക്? എന്തത് റോഡ് കഴിഞ്ഞാ? ഇല്ലല്ലേ? ഇല്ല, അതങ്ങനെ വല്ല ഉരുളുപൊട്ടലായിരിക്കും. ഉരുളം കല്ലുകൾ കിടപ്പുണ്ട്, ഉരുളം കല്ലുകൾ. അപ്പൊ നല്ലതായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണല്ലോ. ഹരിസിക കുക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു. പക്ഷെ നമുക്ക് 10 മണി ആയതേ ഉള്ളൂ, കുക്ക് ചെയ്യാനായിട്ടുള്ള സമയം ആയില്ല. ഇന്നത്തെ ഭക്ഷണം ഹോട്ടലൊന്നും കാണാനില്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. ഇതാണല്ലേ വാട്ടർ ക്രോസിംഗ്, അങ്ങനെയും പറയാം. എന്തായാലും വെള്ളമുണ്ട് കുറച്ച്. നമ്മളിപ്പോ നദിയിലൂടെയാ പോകുന്നത്. നദിയാണ്, നദിക്കകത്തൂടാണ് റോഡൊക്കെ പണിത് വെച്ചേക്കുന്നത്. മനസ്സിട്ടപ്പാട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല ഒരു ദുർഘടം പിടിച്ചൊരു പാതയിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം കല്ലും മുള്ളുമാണ്. കല്ലും മുള്ളും ഇല്ല, കല്ല് മാത്രമേ ഉള്ളൂ. ഇവിടെ സമീപത്താണെങ്കിൽ വെള്ളം ഒഴുകുന്ന കണ്ടില്ലേ? ഈ വെള്ളം ഒഴുകുന്ന ഈ നദിയിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. കണ്ട, നമുക്ക് എന്തോരം ഭംഗിയുള്ള കാഴ്ചകളല്ലേ ഒറ്റ യാത്രയിൽ കിട്ടുന്നത്. മഞ്ഞുമല, വരണ്ട മലകള്, വാട്ടർ ക്രോസിങ്, പിന്നെ നദിക്കുള്ളിൽ കൂടെയുള്ള യാത്ര. ഇപ്പൊ ഫുള്ള് പച്ചപ്പുള്ള മരങ്ങൾക്കുള്ളിലൂടെയുള്ള യാത്ര. നമ്മൾ വി ആർ സോ ലക്കി അല്ലേ അമലേ? ശരിക്കും. ബ്യൂട്ടിഫുൾ. ഇതെന്താ റോഡ് തീർന്നടാ, വീഴടാ, തോടാ. എന്റെ പൊന്നെ, കൂട്ടാനൊന്നും അല്ലാട്ടാ. നമ്മുടെ ഇന്ത്യയാണ് കിടു. നോക്ക്, റോഡൊക്കെ കണ്ടല്ലേ പണിത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈയിടെ ടാർ ചെയ്താ കേട്ടോ. അതും കൂടി ഇല്ലായിരുന്നെങ്കിലേ. റോഡ് കണ്ട, അടിപൊളി റോഡാണ്. നോക്ക്, അയ്യോ. നമുക്കേ വണ്ടി ഇങ്ങനെ റോഡിൽ കൂടെ വരുന്നൊരു വീഡിയോ എടുക്കാനായിട്ട് ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കാം. അപ്പോൾ ആ വളവിന് പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടും അല്ലേ? ഈ നദി ഒരു 1.5 നദിയാട്ടോ, ഒരു രക്ഷയില്ലാത്ത നദിയാണേ. എൻ്റെ ദൈവമേ, ഇത് അന്യായ സെറ്റപ്പാട്ടാ, കിടുക്കനാണേ. വണ്ടി വരുന്ന വരവ് കണ്ട. റോഡിന് അത്യാവശ്യമൊക്കെ വീതിയൊക്കെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ പണി പാളിയാനെ. അപ്പൊ ഈ നദി നമ്മളെ വിട്ട് പോവില്ല അല്ലേ? ഇല്ല, കൂടെ തന്നെ ഉണ്ട്. ഇതേ അവിടെ ഒരു മേളിലൊരു പാലമുണ്ട്. പക്ഷെ ആ പാലത്തെ നമ്മൾ കയറില്ല. പക്ഷെ ഇവിടെ ഈ കാണുന്ന റോഡ് കണ്ടോ, നമ്മൾ ഈ മലകൾ ഇറങ്ങി ഈ നദിക്കകത്തൂടെയുള്ള റോഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത്.
കിടുക്ക സെറ്റപ്പ് കേട്ടാ എന്തായാലും. അങ്ങനെ നമ്മളിപ്പോ പോകുന്നത് നദിയിലൂടെയുള്ള റോഡിലാണ്. നദിക്ക് നടുവിലൂടെയുള്ള റോഡ്. ശരിക്കും വിന്ററിലൊക്കെ ഇവിടെ ഫുള്ള് മഞ്ഞ് വീണ് കിടന്ന് വിന്റർ കഴിയുമ്പോഴത്തേക്കിനും മഞ്ഞ് വെള്ളം ഉരുകി പോകുന്ന ആ ഒരു സെക്ടറാണ്. ഇവല് നീ വണ്ടി ഓടിച്ച് രാജസ്ഥാനിൽ എത്തിച്ചാ? അല്ല, എനിക്ക് സംശയം. മരുഭൂമിക്കടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഒരു ലഡാക്കിലെ മരുഭൂമി എന്നൊക്കെ പറയുന്നത് ആ മലയുടെ ഒക്കെ മുകളില് ശരിക്കും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മണലിങ്ങനെ മണലല്ലേ അത്? മണൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ, ഹണ്ടറിൽ കണ്ട പോലെ അത്തരത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് മരുഭൂമിക്ക് നടുവിലുള്ള ഒരു റോഡ് പണിത് വെച്ചിരിക്കുന്ന പോലെ തന്നെ. അത് പറയേണ്ട കാര്യം, നല്ല അടിപൊളി റോഡാ പണിത് വെച്ചിരിക്കുന്നത്. അതാണ് റിഫ്ലക്ടർ നല്ല അടിപൊളി റോഡാ പണിത് വെച്ചേക്കുന്നത്. അതാണ് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയാനായിട്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ജംഗ്ഷനിലെത്തി. ഈ ജംഗ്ഷനിൽ നിന്ന് പാങ്ങോങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലെഫ്റ്റ് എടുക്കണം. ഇത് അകം എന്ന് പറഞ്ഞ സ്ഥലമാണ്, അകം. ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ലേയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോത്താങ് പാസ് വഴി അല്ലാതെ റോത്താങ് പാസ് അല്ല, കർദുങ്ല വഴി അല്ലാതെ ലേയിലേക്ക് പോകാനുള്ള വഴിയാണ്. അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് പാങ്ങോങ്. നല്ല വഴിയാന്ന് തോന്നുന്നല്ലടാ. കൊള്ളാം. എന്തായാലും നമ്മുടെ ബ്രോ മുത്താണ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ മുത്താണ്. എന്തുവാടാ ഇത്? ഭയങ്കര ഇഷ്ടമായി കളർ. ഷയോക്ക് നദി തന്നെ അല്ലേ? അതെ. ആഹാ, സൂപ്പർ. ഇടുക്കിട്ടോ താഴേക്ക് മറ്റേ ഉരുള കല്ലുകളൊക്കെ കിടപ്പുണ്ട്. നമ്മള് പോകുന്ന റോഡ് നോക്കിയേ. എന്തൊക്കെയല്ലേ ഓരോ കാര്യം, ഓരോ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോ ഈ ഒരു പോക്കില് ഓടിക്കാൻ പറ്റുന്ന എല്ലാത്തരം വഴികളും എല്ലാ ടെറൈൻസിലും നമ്മൾ ഓടിച്ചു എന്നുള്ളതാണ്. നമ്മൾ കർദുങ്ല വരെ കയറ്റി. മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആരും ഇങ്ങനെ ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്താനായിട്ട് വലിയ വണ്ടികളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നോർമൽ വണ്ടികളൊക്കെ മാരുതി ആൾട്ടോ ഉണ്ടെങ്കിൽ തന്നെ അതും കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് വരാം. കർദുങ്ല കൊണ്ട് കയറ്റുകയും ചെയ്യാം. മാരുതി ആൾട്ടോ ആണ് ഏറ്റവും അടിപൊളി വണ്ടി. ഇവിടെ ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് ചെയ്യുന്ന വണ്ടി മാരുതി ആൾട്ടോ. ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഓഫ് റോഡിങ് വണ്ടി ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും മാരുതി ആൾട്ടോ. കുറച്ച് ഹൈറ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാം, ഡ്രൈവിംഗ് കുറച്ചും കൂടെ എളുപ്പമാക്കാം. അപ്പൊ ഇതിനായിട്ട് പിന്നെ ഓൾ ഇന്ത്യ കറങ്ങാനായിട്ടൊന്നും ആരും ഫോർച്യൂണറും എൻഡേവറും ഒന്നും എടുക്കണ്ട എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. വലിയ വണ്ടികളൊന്നും ഇല്ലെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും ഓടിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് ട്രിപ്പും സുഖമായിട്ട് പോകും. അതാണ്. ഇവിടെയുള്ള പാലങ്ങളെല്ലാം ഇത്തരത്തിലുള്ള പാലങ്ങളാണ് അല്ലേ? നല്ല രീതിയിൽ ഇത് ഇത്ര വെള്ളത്തിന്റെ ഭംഗി നോക്കടാ. ബ്ലൂ കളർ വാട്ടർ, നൈസ്. അപ്പോ നമ്മളിത് എവിടെ എത്തി? അവിടെ എന്തോ ഒരു സംഭവം കാണല്ലോ. ചെക്ക് പോസ്റ്റ് വല്ലതും ആണോ? ചെക്ക് പോസ്റ്റ് ഉണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, നോക്കാം എന്താ സംഭവം നോക്കാം. അങ്ങ് ദൂരെ നമുക്ക് വീണ്ടും കാണാം മഞ്ഞുമലകൾ. പോലീസ് ചെക്ക് പോസ്റ്റ് ആട്ടോ. യെസ്, ചെക്ക് പോസ്റ്റ്, റിഫ്രഷ്മെന്റ് പോയിന്റ്. അതൊരു ടോയ്ലറ്റ് ആൻഡ് ഒരു റിഫ്രഷ്മെന്റ് പോയിന്റ് ആയിരുന്നു, ചെക്ക് പോസ്റ്റ് ഒന്നും ആയിരുന്നില്ല. അത് ബിയറോടെ ഒരു പോയിന്റ് കൂടെ. അത് ബിയറോഡ് അല്ലേ? അവര് റോഡ് പണിക്കാരുടെ ഓഫീസൊക്കെ ആയിരിക്കും ചിലത്. അപ്പൊ ഇപ്പൊ ഇത് ഇവിടെ ഒരു തുള്ളി പച്ചപ്പില്ലടാ, മൊത്തം വരണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. ഓക്സിജന്റെ കുറവ് നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഡയമോക്സ് രാവിലെ കഴിച്ചിട്ടില്ലായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. പക്ഷെ ഞങ്ങൾ ഇപ്പൊ കഴിച്ചു. ഇതെന്താണ്, നമ്മള് മലയുടെ നടുക്കോട്ടാണോ പോകുന്നത്? പാറ തുറന്നുണ്ടാക്കിയിരിക്കുന്ന റോഡ്. എന്റെ ദൈവമേ, അപ്പൊ ഇനി കേറുവാൻ തോന്നുന്നു കേട്ടോ മിക്കവാറും ഈ മല. ഐ തിങ്ക് വി ആർ ക്ലൈംബിംഗ് ദിസ് ഹിൽ. ചെറിയ റോഡാ, ഓണടിച്ച് പോയാ. റൈഡേഴ്സ് ഒക്കെ ഉണ്ട് സോളോ. ഇത് മറ്റവനല്ലേ? അല്ലല്ല, ഇത് വേറെ അല്ലേ? മുമ്പേ കണ്ടവനല്ല, വേറെയാണ്. നിങ്ങളെന്താ പാറ തള്ളി മറിച്ചിടുവാണോ?
ഹാരിസക്ക ദേ ഇവിടെ മേളിലൊരു കഷ്ണം ഇങ്ങനെ നിപ്പുണ്ട്. അവനെങ്ങാനും ഉരുണ്ട് താഴെ വീണ തലേ വീഴും. നല്ലൊരു ഫ്രെയിമാണ്, നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന കണ്ടില്ലേ, നല്ല പച്ച കളറിലാണ് വെള്ളം. നല്ല ആഴം ഉണ്ടാവും ചില സ്ഥലങ്ങളിലൊക്കെ, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റുകയില്ല. നന്നായിട്ട് ഒഴുകുന്നുമുണ്ട്. നല്ല ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ, ഭയങ്കര ബ്യൂട്ടിയാണ്. സമ്മതിക്കണം അല്ലേ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജീവിതം എൻജോയ് ചെയ്യുന്നവരെ ഏറ്റവും അധികം അടിച്ച് പൊളിച്ച് തകർക്കുക. കണ്ടില്ലേ, വണ്ടിയുടെ അകത്തല്ല, അത് വണ്ടിയുടെ പുറത്തോട്ട് കേൾപ്പിക്കാൻ വേണ്ടി സ്പീക്കർ വെച്ചിരിക്കുകയാണ്. എന്ത് പരിപാടിയാണ്. എന്നാ പോയേക്കാം. കഴിഞ്ഞ എപ്പിസോഡില് പഞ്ചാബികളുടെ കൂടെയുള്ള ഡാൻസ് കണ്ടില്ലെങ്കിൽ അത് കാണുക. യെസ്, കർദുംഗ്ല ടോപ്പ് എപ്പിസോഡിൽ വിട്ടുപോയത് കാണുക. നല്ല സുജിത് ഭായിയുടെ മിൽബ്രോന്റെ നല്ല അടിപൊളി ഡാൻസ് പഞ്ചാബികളുടെ കൂടെ ഉള്ളതുണ്ട്, മറക്കാതെ കാണുക. അതിവിജനമായ പാതയിലൂടെ വണ്ടി ഓടിച്ച് എമ്മിലിന് ക്ഷീണമായി. ഇനി ഞാൻ കുറച്ചു നേരം വണ്ടി ഓടിക്കാം. എന്റെ മുഖമൊക്കെ എന്താ വീർത്തിരിക്കുന്നേ? വെയിലിന്റെ ചൂട്. ക്യാമറ ട്രിക്കാ പോകല്ലേ? അപ്പൊ പോയേക്കാം. ഓക്കെ. നമ്മൾ ഇന്നലെ താമസിച്ച ആ ടെന്റില്ലേ, അവിടുത്തെ ചേട്ടൻ പറയായിരുന്നു, ആ ടെന്റിലൊക്കെ സാധാരണ രീതിയിൽ ഫുള്ളാണ്. അവർക്ക് സീസൺ സമയത്ത് കാലിയായിട്ട് കിടക്കത്തേ ഇല്ല. പുൽവാമ അറ്റാക്കിന് ശേഷം ശ്രീനഗറിലേക്കും ജമ്മുവിലേക്കും വരാൻ ആൾക്കാർ ഭയക്കുന്നു എന്നാണ് പറയുന്നത്. സോഫാർ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടോ ഒരു അൺസേഫോ ഒന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതുവരെ സേഫായിട്ട് തന്നെയാണ് ട്രാവൽ ചെയ്തത്. അല്ല, ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് കണ്ടുകൊണ്ട് നമ്മൾക്ക് അവരുടെ പ്രാർത്ഥനയിൽ ഒരു പക്ഷെ നമ്മളൊക്കെ ഉണ്ടായിരിക്കാം. അതായിരിക്കാം ഇതുവരെ ഇത്രയും നീണ്ട യാത്ര ആയിരുന്നിട്ടും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും കൊച്ചു കൊച്ചു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷെ സുരക്ഷാ സംബന്ധമായിട്ടൊന്നും ഒരു വിഷയങ്ങളില്ലാതെ ഭംഗിയായിട്ട് ഇത്രയും വരെ എത്താൻ നമുക്ക് സാധിച്ചത്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഇതുവരെ ഒരു പണിയും തന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ആകെ ദൈവത്തെ ഓർത്ത് പറയേണ്ട ഒരു കാര്യം. അല്ല, എന്നെ കിട്ടുന്നതിന് നന്ദിയൊന്നും പറയുന്നില്ല ദൈവത്തിന്. താങ്കളായിരുന്നു നീ നമ്മുടെ മുത്തല്ലടാ ഡ്രൈവർ താങ്കളായിരുന്നു ഈ ട്രിപ്പിന് ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈ ട്രിപ്പ് എങ്ങനെ പോയേനെ? ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച്, ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് എത്ര ബുദ്ധിമുട്ടിയെന്നെ. ഞാൻ സുഖമില്ലായിരുന്നെങ്കിൽ രോമാഞ്ചമത്തില്ലേ? അതാണ്. ഭൂട്ടാനിലെ ഞങ്ങള് ബുംതാങ് വാലിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങള് നാട്ടിലെത്തി മേഘാലയ എത്തിയപ്പോഴാണ് ആ വീഡിയോ വന്നത്. അമ്മ വിളിച്ച്, ഇതുവാടെ ഇതുപോലത്തെ റോഡൊക്കെ ഇനി ഉണ്ടോ? ബുംതാങ് വാലിയിലെ റോഡ് കണ്ടിട്ട് അമ്മ ചോദിച്ചു, ഇതുപോലത്തെ റോഡൊക്കെ ഇനി ഉണ്ടോ? അത് ഞാൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഇനി റോഡേ ഇല്ല എന്നാ പറഞ്ഞത്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ലഡാക്കിലെ റോഡുകൾ. അല്ലേ എമിലെ? വളരെ നല്ല റോഡുകളായിരുന്നു നമുക്ക് കിട്ടിയത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ഇനി ആകെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർ പറയുന്ന റോത്താങ് പാസ് മാത്രമേ ഉള്ളൂ. ലെറ്റ്സ് ഗോ ആൻഡ് സീ മാൻ. ഡുബ്രുക്ക് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ഡുബ്രുക്ക് 4 കിലോമീറ്റർ ഉണ്ട് ഡുബ്രുക്ക് എന്ന് പറഞ്ഞ ടൗണിലേക്ക്. കിലോമീറ്ററുകൾ പിന്നിടുന്നവരും കാഴ്ചകളുടെ ഭംഗിയിലും മൊത്തത്തിലൊരു മാറ്റം വരെയാണ് അതിനകത്ത്. അത് ഇവിടുത്തെ കാലാവസ്ഥ ആയിക്കോട്ടെ, കാഴ്ചകളായിക്കോട്ടെ. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പാറക്കൂട്ടങ്ങൾ തന്നെയാണെങ്കിൽ കുറെ സ്ഥലങ്ങളിൽ റെഡിഷ് ആണെങ്കിൽ ചിലയിടത്ത് യെല്ലോ കളറിൽ കാണാൻ കഴിയും. മരുഭൂമി പോലത്തെ സ്ഥലങ്ങൾ കാണാൻ കഴിയും. ദൂരെ മഞ്ഞുമലകൾ കാണാൻ കഴിയും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് എപ്പോഴും ഈ റൂട്ടിൽ കാണാൻ കഴിയുന്നത്. നമ്മുടെ ദുർബുക്ക് കഴിഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ പാങ്ങോങ്ങിലേക്കുള്ള പെർമിറ്റ് കാണിച്ച് അവിടെ ചെക്ക് പോസ്റ്റ് ഇപ്പൊ എൻട്രി ചെയ്യണം. ഞാനൊന്ന് ഇപ്പൊ എൻട്രി ചെയ്തിട്ട് വരാം. എന്തുവാടാ പരിപാടി? ഞാൻ ചുള്ളനെ കണ്ടുപിടിച്ച്. താഴെ ഇട്ടല്ലോടാ നീ. പേടിച്ചു പോയി പാവം. അധികം ആൾക്കാരെ കാണാത്ത പട്ടിയാ. കടിക്കരുത്. വിശന്നിരിക്കായിരുന്നു തോന്നറ പാവം. കഷ്ടമുണ്ട് ഇല്ലേ?
അവന് പേടിയുണ്ട്, അവനെ തൊടുന്ന ഇഷ്ടമല്ല, അവൻ ബിസ്ക്കറ്റ് കഴിക്കും. അപ്പൊ പാങ്ങോങ് ലേക്കിലേക്കുള്ള വഴിയിലാണ് നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ ഒരു ചെറിയൊരു സ്ട്രീമൊക്കെ കാണാം, നല്ല കാറ്റുണ്ട്, മലകളും മഞ്ഞുകളും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. ഇണങ്ങിയാ നീ ഇണക്കിയാ അവനെ? എന്നാ വണ്ടിക്കകത്ത് എടുത്തിട്ടോ കൊണ്ടോ. ഇതെന്ത് വഴിയാണ് ഇത്? ഇതെന്തോ മലയിടിഞ്ഞ് വീണത് JCB വെച്ച് മാറ്റിയൊരു വഴി ഉണ്ടാക്കിയിരിക്കുന്നു. അയ്യോ, ഇത്ര നേരം നല്ല റോഡായിരുന്നു. ഇപ്പൊ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ പാൻഗോങ് ലേക്കിന്റെ ഏരിയയിലോട്ട് പോകുമ്പോഴും മറ്റേതുപോലെ കഴിഞ്ഞ ദിവസത്തെ പോലെ ഇല്ലെങ്കിൽ ചെറിയൊരു പവർ ഡ്രോപ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നു. ഇത് 13,500 ഫീറ്റ് ഉയരത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്, അതും കൂടെ ഓർമ്മ വേണം. ഇത് പൂഴിയാണോ? ഇത് സ്കിഡാവുമല്ലോ വണ്ടികളൊക്കെ. സ്കിഡാവും, ചിലപ്പോ പൂണ്ട് പോവും. പതുക്കെ എടുത്തോട്ടോ. ബൈക്കേഴ്സിനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പൊ ഫ്രണ്ടിൽ പോയ ബൈക്കേഴ്സ് സ്കിഡ് ആയത് കണ്ടില്ല. കാണാതൊക്കെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. നിലത്തിറക്കണ്ടോ. ഇതൊരു വഴിയില് വർക്കേഴ്സ് ഒന്ന് കോരി മാറ്റുന്നുണ്ട്. അതെ. എമിലേ, ഇതല്ലല്ലോ പാങ്ങോങ്ങിലേക്ക് അല്ലേ? ഇതല്ലല്ലോ പാങ്ങോങ്ങിലേക്ക്. അവിടെ ചെന്നിട്ട് ഇങ്ങനൊന്നും ആകാതിരുന്നാ മതിയായിരുന്നു. ഭയങ്കര എക്സ്പെക്ടേഷൻസിലാ പോകുന്നത്. അതിഭീകരമായ റോഡുകൾ. ആഹാ, നോക്ക്, പാറയൊക്കെ ഇങ്ങനെ ഇറങ്ങി തള്ളി നിൽക്കുകയാണ്. അതിന്റെ മേലെ കൂടെ പറന്നു പോകുന്ന ടാക്സിക്കാർ. റോഡൊക്കെ റൺവേ ആണെന്നാണ് ആൾക്കാരുടെയൊക്കെ വിചാരം. പ്രത്യേകിച്ച് ഇതുണ്ട് ഇവന്റെ താങ്ങാവുന്ന സ്ഥലങ്ങളൊന്നും വിടാണ്ട് തന്നെ പിന്തുടരുന്നു. തീർച്ചയായും. നമ്മളിപ്പോ ഏകദേശം 14,000 അടി ഉയരത്തിലാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലേക്കിലേക്കാണ് നമ്മൾ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ലേക്കിലെ കാഴ്ചകൾ കാണാം. അതിന്റെ ആകാംക്ഷയിലാണ് നമ്മുടെ യാത്ര. ഇപ്പോൾ ഇപ്പുറത്ത് കാണുന്നത് ശരിക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഫുള്ള് ഡെസേർട്ട് പോലെ ഇങ്ങനെ കിടക്കാണ്. അവിടെ വറ്റിപ്പോയ ലേക്കാണെന്നൊന്നും അറിയില്ല, പക്ഷെ ഡെസേർട്ട് പോലെ ഇങ്ങനെ കിടക്കാണ്. പൂഴിയും മണലും എന്തൊക്കെയോ ആയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല കണ്ടിട്ട് എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് വ്യൂ ഓഫ് പാങ്ങോങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെയാടാ, വെള്ളം കളർ കണ്ടോ? അടിപൊളി. പാങ്ങോങ്ങിലേക്ക് എത്തിയടാ. മോഡൽ വില്ലേജ് ഫോബ്രാങ് എന്ന് പറഞ്ഞ എന്തോ ഒരു വില്ലേജ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ എടുക്കാൻ സെറ്റപ്പ് ആണല്ലോ. അടിപൊളി കേട്ടോ. ഇവിടെ ആർമിയുടെ ക്യാമ്പൊക്കെ ഉണ്ട്. ഇത് കണ്ട പാങ്ങോങ്ങിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും ലാസ 1,500, ഹോങ്കോങ് 4,000, ബീജിംഗ് 3,600, കോലാലംപൂർ 3,700, ബാങ്കോക്ക് അണ്ടാ തായ്ലൻഡിലേക്ക് 3,500 കിലോമീറ്ററേ ഉള്ളു. അതെ, അടിപൊളി. ടോക്കിയോ 6,000. ഈ വഴി പോവല്ലേ? ഓടിച്ചു വന്നതിന്റെ പകുതി ഓടിച്ചാൽ മതി ഈ സ്ഥലത്തേക്കൊക്കെ എത്താൻ വേണ്ടിട്ട്. അതല്ലേ സത്യം? അതാണ് സത്യം. ഇതെന്തായാലും ഭയങ്കര സെറ്റപ്പ് ആട്ടോ. റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ടും നമ്മൾ പട്ടാളക്കാരോട് ചോദിച്ചപ്പോഴത്തേക്കിനും അവർ നിർത്തി പെട്ടെന്നൊരു ഫോട്ടോ എടുത്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു. കാരണം ടൂറിസ്റ്റുകൾ വരുമ്പോ എല്ലാരും ഇത് കാണുമ്പോ ഒരു ആകാംക്ഷ അല്ലേ? അതിനും കൂടെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്, ഈ ആകാംക്ഷ ക്രിയേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. പിന്നല്ലാതെ. എന്നാലും പൊക്കോട്ടെ. അങ്ങനെ പാങ്ങോങ് ലേക്ക് എന്ന് പറഞ്ഞാൽ സ്വപ്നം പാങ്ങോങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. പാങ്ങോങ്ങിലേക്ക് ഇവിടെ വരുമ്പോ തന്നെ നമ്മൾക്ക് മേളിൽ നിന്ന് തന്നെ കാണാം. 14,000 അടി ഉയരത്തിലാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ചൈനയിൽ ഒറിജിൻ ചെയ്ത് വരുന്ന ലേക്കാണ്. പാങ്ങോങ് ലേക്കിന്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും അതിന്റെ ഒരു സർപ്രൈസ്. എന്നാലേ ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ. കാരണം ഇവിടുത്തെ കുറെ വിഷ്വൽസ് എടുക്കാറുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.